സൗർ ഗുഹ. വാർ സൗർ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു പ്രദേശം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവ്വത്തിൻ്റെ 13-ാം വർഷം അഥവാ പ്രവാചകൻ്റെ 53-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഗുഹയിലേക്കുള്ള പ്രവേശനം നടക്കുന്നത്. മക്കയിലുള്ള ജീവിതം ദുരിതപൂർണമായപ്പോൾ ശത്രുക്കൾ എല്ലാ വഴിയിലൂടെയും പ്രവാചകനെ ആക്രമിക്കാൻ അവരുടെ എല്ലാ കുടിലതന്ത്രങ്ങളും പുറത്തെടുത്തു. പ്രവാചകനെ കൊല്ലാൻ അവിടുത്തെ വീട് വളഞ്ഞ രാത്രി പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മക്കയിൽ നിന്ന് 450ഓളം കിലോമീറ്റർ ദൂരമുള്ള മദീനയിലേക്ക് യാത്ര ചെയ്തു. വളരെ ദുർഘടമായ പാത. ആധുനിക സംവിധാനങ്ങളൊന്നുമില്ലാത്ത റോഡുകളോ നല്ല നടപ്പാതകളോ ഇല്ലാത്ത മലകളും പാറക്കെട്ടുകളും മണൽക്കാടുകളുമായ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. പക്ഷേ യാത്ര തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ശത്രുക്കൾ പ്രവാചകന്റെ യാത്ര മനസ്സിലാക്കുകയും അവർ പല വഴികളിലായി പ്രവാചകനെ പിടിക്കാൻ സഞ്ചരിക്കുകയും ചെയ്തു. പക്ഷേ അവർ സൗർ ഗുഹയിലെത്തി പ്രവാചകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗുഹയിലുണ്ടെന്ന് തിരിയാത്ത രീതിയിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചു. അള്ളാഹു അവിടെ ചില സംവിധാനങ്ങൾ ചെയ്തിരുന്നു. അവിടെ നിന്നാണ് പ്രവാചകനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും പാമ്പ് കടിയേറ്റത്. ശത്രുക്കൾ അവിടെ എത്തിയെങ്കിലും അവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ സൗർ ഗുഹ കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ കയറാറുണ്ട്. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് ഉയരത്തിലുള്ള ഈ ഗുഹ ലോകത്തുള്ള മുസ്ലിം വിശ്വാസികൾക്ക് ഇന്നും ഒരു അത്ഭുതമാണ്. സൗർ ഗുഹ മുസ്ലിങ്ങളുടെ ഒരു വികാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ ത്യാഗങ്ങൾ അറിയാനും നമുക്കേവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.